ചക്കരമുത്തിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന നടിയാണ് സരയു. ഹസ്ബൻഡ് ഇൻ ഗോവ, നായിക, കൊന്തയും പൂണൂലും, നിദ്ര തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സരയു അഭിനയിച്ചിട്ടുമുണ്ട്. നായികയായി അധികം സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും സരയുവിൻ്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായ സനൽ വി ദേവനാണ് സരയുവിനെ വിവാഹം ചെയ്തത്. ലൈഫ് ഓഫ് ജോസൂട്ടി, ജിലേബി, വർഷം എന്നീ ചിത്രങ്ങളുടെ അസോസിയേറ്റ് ആയിരുന്നു സനൽ. ഇപ്പോൾ സ്വന്തമായി സിനിമ ചെയ്യുന്ന തിരക്കുകളിലുമാണ്. വിവാഹ ജീവിതം 6 വർഷം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും ഒരുമിച്ചുള്ള കുടുംബജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് സരയുവും ഭർത്താവ് സനലും. തന്നെ വിവാഹം ചെയ്യും മുമ്പേ സനൽ ഭയങ്കര മുരടനായിരുന്നുവെന്നും ഇപ്പോഴാണ് മയപ്പെട്ടതെന്നുമാണ് സരയു പറയുന്നത്. സനലിൻ്റെ ആദ്യ പ്രണയമാണ് സരയു. പുണ്യാളൻ അഗബർത്തീസ് വിജയാഘോഷത്തിനെത്തിയപ്പോഴാണ് സനൽ സരയുവിനെ ആദ്യമായി കണ്ടത്. പിന്നീട് ആ ബന്ധം സൗഹൃദമായും പ്രണയമായും വളർന്ന് വിവാഹത്തിലെത്തി. ക്ലോസ് ഫ്രണ്ട് സർക്കിളിലാണ് ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നത്. ക്ഷമ, അനുസരണശീലം, കൃത്യമായി സാധനങ്ങൾ അടുക്കി വെക്കുക, ഇതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. സരയു ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ബാച്ചിലറാണ്. തിരിച്ചു വരുമ്പോൾ വീണ്ടും വിവാഹിതനാകും. ഞാൻ പ്രപ്പോസ് ചെയ്ത് 4 മാസത്തിന് ശേഷമാണ് സരയു മറുപടി പറഞ്ഞത്. അതുവരെ വന്ന ആലോചനകളിൽ നിന്നും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് തോന്നുന്നു. ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ എനിക്കൊപ്പം വർക്ക് ചെയ്തവർ ഇപ്പോൾ എന്നെ കാണുമ്പോൾ പറയുന്നത് ഞാൻ വല്ലാതെ മാറി, കുറച്ച് സോഫ്റ്റായി എന്നാണ്. എങ്ങനെ നിനക്കൊരു പെൺകുട്ടിയെ കിട്ടിയെന്നാണ് വീട്ടുകാരോട് സരയുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് അവർ തിരികെ ചോദിച്ചത്. സരയു വായിക്കുകയും എഴുതുകയും ചെയ്യും. പുണ്യാളൻ അഗപ്രത്തീസിൻ്റെ 100ാം ദിവസം സെലിബ്രേഷനാണ് സരയുവിനെ ആദ്യം ഞാൻ കാണുന്നത്. അന്ന് ജസ്റ്റ് പരിചയപ്പെട്ടു. വർഷം ഷൂട്ട് തീർന്ന ദിവസമാണ് സരയുവിനെ പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസ് ചെയ്യും മുമ്പേ സരയുവുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ പേരിൽ തകരുമോ എന്ന ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷേ സരയു സോഫ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. സരയുവിന് സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. സരയുവിന് ഹ്യൂമർ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് സാൾട്ട് മാങ്കോട്ടിൽ കണ്ടപ്പോൾ മനസ്സിലായി. സനൽ സരയുവുമായുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു പറഞ്ഞു. ഞങ്ങൾ 2 പേരിൽ സനലാണ് പാവം. ചോക്ലേറ്റ് കഴിച്ചിട്ട് അതിൻ്റെ കവർ സനൽ കട്ടിലിനും സോഫയ്ക്കും ഇടയിലെല്ലാം തിരികെ വെക്കും. എനിക്ക് സനലിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ സനലിനെ എന്നെ കണ്ടില്ലേലും വിഷമമൊന്നുമില്ല. സനൽ മുമ്പേ ഭയങ്കര മുരടനായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മയപ്പെട്ടത്. ഒരു മയപ്പെട്ട രൂപമാണ് ഇത്. ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം നമ്മുടെ പാർട്ട്ണറായി വരുന്നയാളെന്ന് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത് അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കണം. അന്ന് എൻ്റെ നല്ല സുഹൃത്ത് സനലായിരുന്നു. അങ്ങനെയാണ് ഓക്കെ പറഞ്ഞത്. പ്രേമമെല്ലാം പൊട്ടിപ്പാളീസായിരുന്ന സമയത്താണ് സനൽ പ്രപ്പോസ് ചെയ്തത്. എല്ലാ ഫീൽഡിലും ഉള്ള പോലുള്ള ടെൻഷനുകൾ സിനിമാ ഫീൽഡിലുമുണ്ട്. നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റുമോ എന്ന ടെൻഷൻ ഇടയ്ക്കിടെ വരാറുണ്ട്.